കോടികൾ എറിഞ്ഞ് കോടികൾ വാരണം. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കോടികളുടെ മണിക്കലൊക്കെ കേൾക്കുന്ന സമയത്ത് ഈ കോടികൾ എറിഞ്ഞ ടീമുകൾക്കൊക്കെ ഈ പൈസ തിരിച്ചു കിട്ടിയോ? അതോ നഷ്ട കച്ചവടമാണോ? ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പണം വരുന്ന വഴിയൊന്ന് നോക്കിയാലോ? IPL ചാമ്പ്യന്മാർക്ക് കിട്ടുന്നത് 20 കോടി രൂപയാണ്. അതായത് ലക്നൗ പന്തിന് കൊടുത്തതിനേക്കാൾ 7 കോടി രൂപ കുറവാണ്. റണ്ണറപ്പിന് 12.5 കോടി രൂപയും മൂന്നാം സ്ഥാനക്കാർക്കും നാലാം സ്ഥാനക്കാർക്കും 7 കോടി രൂപയാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും, കിരീടം നേടുന്നതിലല്ല ഒരു ടീമിന് പണം വരുന്ന വഴികൾ. അപ്പം എവിടുന്നൊക്കെയായിരിക്കും ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ടീമുകൾക്ക് പൈസ വരുന്നത്? IPL സെൻട്രൽ റവന്യൂ പൂൾ, ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ്, ഡിജിറ്റൽ TV ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സുകളും ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ഇതിനകത്ത് ഉൾപ്പെടും. ലോകത്ത് ഏറ്റവും കൂടുതൽ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ് നേടുന്ന സ്പോർട്സ് ലീഗുകളിൽ ടോപ്പ് 5-ൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഉണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ടൈറ്റിൽ സ്പോൺസർഷിപ്പ് വഴി ഈ വർഷവും ടാറ്റ കോടികൾ ഒഴുക്കിയിട്ടുണ്ട്. സോ ഈ രണ്ട് തുകയുടെയും 50%ന്റെ 80% എല്ലാ ടീമുകൾക്കുമായി തുല്യമായി വീതിച്ചു കൊടുക്കുന്നത്. മറ്റൊരു 20% ടീമുകളുടെ പ്രകടനത്തിനനുസരിച്ചും വീതിച്ചു നൽകും. ഇനി ടിക്കറ്റ് സെയിൽ, ഓരോ ഗ്രൗണ്ടുകളും ഹൗസ്ഫുൾ ആകുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുള്ളതാണല്ലേ. ഓരോ ടീമിനും 7 ഹോം ഗ്രൗണ്ട് മാച്ചുകൾ ഉണ്ടാവും. ഈ 7 ഹോം ഗ്രൗണ്ട് മാച്ചുകളിലും ടിക്കറ്റ് സെയിൽസിന്റെ 80% തുക അത് ടീം മാനേജ്മെന്റുകൾക്ക് സ്വന്തമാണ്. സ്റ്റേഡിയത്തിൽ വരുന്ന പരസ്യങ്ങളും അവിടുത്തെ സ്റ്റോളുകളും അവിടുത്തെ ഹോസ്പിറ്റാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളിൽ നിന്നും കൃത്യമായ ഒരു വരുമാനം ടീം മാനേജ്മെന്റിന്റെ പോക്കറ്റിലേക്ക് എത്തും. ഇനി ജേഴ്സി സ്പോൺസർമാർ, പല ടീമുകളും ഈ ഒരു കാര്യത്തിൽ നേടുന്ന വരുമാനം ഏറെയും കുറഞ്ഞു നിൽക്കും. കാരണം പല ടീമുകളുടെ ബ്രാൻഡ് വാല്യൂ അനുസരിച്ചായിരിക്കും ജേഴ്സി സ്പോൺസർമാർ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പല ടീമുകൾക്കും 10ഓളം ജേഴ്സി സ്പോൺസർമാരുണ്ട്. നെക്സ്റ്റ്, മെർച്ചൻഡൈസ് സെയിൽ, കപ്പായിട്ടും ടീഷർട്ടായിട്ടും അതുപോലെ തന്നെ അവരുടെ ടീമിന്റെ ഓരോ വാല്യൂ ആഡഡ് പ്രോഡക്ട്സുകളായിട്ടുള്ള സെയിൽസിൽ നിന്ന് ഇവർക്ക് പണം സമ്പാദിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇനിയും കഴിഞ്ഞിട്ടില്ല സോഷ്യൽ മീഡിയ റവന്യൂ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഓരോ ടീമുകളും ഇപ്പോൾ വമ്പൻ പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടേയിരിക്കുകയാണ്. വലിയ രീതിയിൽ ഫോളോവേഴ്സിനെ നേടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സോഷ്യൽ മീഡിയ ഫോളോവേഴ്സും സോഷ്യൽ മീഡിയയിൽ അവർ ജനറേറ്റ് ചെയ്യുന്ന കോണ്ടന്റ് വഴിയും അവർക്ക് കോടികളുടെ വരുമാനം കിട്ടുന്നുണ്ട്. അതിനൊപ്പം പരസ്യ വരുമാനം. സ്പോർട്സ് ആണ്, എന്റർടൈൻമെന്റ് ആണ്, പലരുടെയും ആവേശവും സന്തോഷവും ഒക്കെയാണ്. പക്ഷെ ഇത് ഒരു ബിസിനസ് ലോകം കൂടിയാണ്. പലയിടങ്ങളിൽ നിന്നും പണം ഒഴുകി വരുന്ന ഒരിടമാണ്. സ്റ്റേഡിയത്തിലേക്ക് ഓട്ടോ ഓടിച്ചു വരുന്ന ചേട്ടൻ മുതൽ കോടികൾ എറിഞ്ഞ് താരങ്ങളെ സ്വന്തമാക്കുന്ന മുതലാളിമാർ വരെ പണം വാരുന്ന പണത്തിൻ്റെ ഇടം. ഇനി പറ, IPLൽ ഓരോ സീസണിലും ഏറ്റവും കൂടുതൽ പണം വാരാൻ സാധ്യതയുള്ള ആ ഒരു മുതലാളി ആരായിരിക്കും? കമന്റ് ബോക്സ് പറയട്ടെ.